ഭയങ്കര സന്തോഷമാണ്. ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ആസ് എ ടീച്ചർ ആ വളർച്ച കാണുന്നതും ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതും ഒക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ അത് സ്റ്റാർ സിംഗറിൽ കൂടെ കാണാൻ പറ്റുമ്പോഴത്തേക്കും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് തന്നെ ഭയങ്കര മനസ്സ് നിറയണ ഒരു കാര്യം. ആക്ച്വലി നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സ്റ്റാർ സിംഗർ സീസൺ 9 റീലോഞ്ച് വരുന്നുണ്ട് ജൂൺ 23 അപ്പോൾ വിദ്യാസാഗറൊക്കെ വന്നിട്ട് ആണ് സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. അതുപോലെ കുഞ്ചാക്കോ ബോബൻ, പാർവതി ഒക്കെ വരുന്നുണ്ട് അവരുടെ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. സൂപ്പർ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ ഇപ്പോൾ നന്ദ പറഞ്ഞ പോലെ ഞാനും ചെയ്തിട്ടില്ല. മെട്രോൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ അപ്പോൾ കാണുന്നവരോട് പറയാനുള്ളത് സ്റ്റാർ സിംഗർ നമ്മൾ റീലോഞ്ച് ചെയ്യുകയാണ്. 23 തൊട്ടിട്ട് നമ്മളെ റീടെലികാസ്റ്റ് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും കാണുക. കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്തായാലും. പിന്നെ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി. അടിപൊളി ഗ്രൂമിങ് സെഷനാണ് സ്റ്റാർ സിംഗറിൽ. അപ്പോൾ അത് കാരണം നമുക്ക് കുറെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരി, കൂടുതൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല. എന്നും നമ്മൾ പാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ പ്രത്യേക ഒരു ദിവസമായിട്ട് കാണുന്ന നമ്മളത് ആഘോഷിക്കാനുള്ള ഒരു ദിവസം അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അത് എൻ്റെ സ്റ്റാർ സിംഗർ ഫാമിലിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്താ മ്യൂസിക് റീലോഞ്ചിങ്ങിനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വരാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് അടിപൊളിയാക്കുന്നതാണ് പ്രതീക്ഷ.
ആക്ച്വലി ഞാൻ സ്റ്റാർ സിംഗർ ഫാമിലിയിൽ പെട്ട ഒരാളല്ല, പക്ഷെ മിഥുൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നുകൊണ്ട് മിഥുൻ എന്നെ ഗിറ്റാർ വായിക്കാൻ വിളിക്കുന്നതായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു വേൾഡ് മ്യൂസിക് ഡേയിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമാവാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, പിന്നെ എസ്പെഷ്യലി മെട്രോയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് വാസ് അടിപൊളി, നല്ലതായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി